ഹായ് എവരി വൺ, വെൽക്കം ടു ഹയാസ് വേൾഡ്. നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല്ലടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പല്ലട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ബേബിക്ക് ഫസ്റ്റ് പല്ല് വന്നതിലാണ് നമ്മളിന്ന് പല്ലട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പല്ലട ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഏകദേശം ഈ മലബാറി ഏരിയകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നൊരു രീതിയാണ് കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് പല്ല് വന്നാൽ പല്ലട ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത് പലതരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഇതിന് പിന്നിൽ. നമുക്ക് വിശ്വാസങ്ങളൊന്നും ഇതിൽ ഉണ്ടായിട്ടല്ല എങ്കിലും നമുക്കൊരു ജസ്റ്റ് ഒരു സന്തോഷത്തിൻ്റെ പേരിൽ മോൾക്ക് പല്ല് വന്നാൽ പല്ലട ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പല്ലട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ വിശ്വാസങ്ങളുള്ള ആൾക്കാരുമുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള അല്ല, ജസ്റ്റ് ഫൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പല്ലടയുടെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടയാണ് പല്ലട. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അട കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. നമ്മളൊരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ചെറിയ 5 ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി 5 എണ്ണം. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ അതൊന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ തേങ്ങയും ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി നമ്മൾ ചേർക്കുകയാണ്. ഏലക്കപ്പൊടി കൂടി ചേർത്തതിന് ശേഷം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഈ അടക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ. ഈ മിക്സർ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ല ബ്രൗണിഷ് കളറൊന്നും ആവണ്ട. നമുക്ക് ഏകദേശം ജസ്റ്റ് ഒരു കളർ വ്യത്യാസം മാത്രം മതി. നല്ല ബ്രൗണിഷ് ആവുമ്പോൾ കുറച്ചും കൂടി ഹാർഡാവും മിക്സർ. അപ്പോൾ അത്ര നമുക്ക് ബ്രൗണിഷ് ഒന്നും ആവുന്നില്ല. നമ്മൾ വേഗം കുക്ക് ചെയ്യുന്നുണ്ട്. വേഗം വളരെ സ്ലിമ്മിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആകെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട്, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ മിക്സർ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരടയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിട്ടൊന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ മക്കൾക്ക് പല്ല് വന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരടയാണിത് പല്ലട. അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഇത് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റുള്ള അട ആയതുകൊണ്ട് അതും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ മിക്സർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ്, ഒരു ചെറിയ ഗ്ലാസിൻ്റെ അളവിലാണ് നമ്മൾ മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഹെൽത്തി ആവണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പകുതി ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി, പകുതി മൈദയും കൂടി ആയിട്ടോ ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഫുള്ളും ഗോതമ്പ് പൊടിയായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ളായിട്ടും മൈദപ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊരു സാദാ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഇത് മിക്സറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഡോ ആക്കി എടുക്കാം. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. നമുക്ക് എത്രത്തോളം ചെറിയ ബോൾസ് ആക്കാൻ പറ്റുമെന്നോ അത്രത്തോളം ചെറിയ ബോൾസ് ആക്കുക. അപ്പോൾ നമ്മുടെ അട നല്ല തിക്നെസ് കുറവായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ അട ചെറുതായിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ചെറിയൊരു വട്ടത്തിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. കൂടുതൽ കനമില്ലാത്ത രീതിയിലാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പരത്തി എടുത്തിട്ടുള്ളതിലേക്ക് നമ്മുടെ മിക്സർ എടുത്ത് വെക്കുകയാണ്. നമ്മൾ ഏകദേശം സെൻറ്റർ പോർഷനിലാണ് നമ്മൾ ഈ മിക്സർ വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മടക്കി നമ്മുടെ ലാസ്റ്റ് എൻഡ് ഭാഗമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ അട നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. ഏകദേശം ഈ രീതിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു പല്ലിൻ്റെ ഒരു അടയാളം, പല്ലട എന്നുള്ളതായതുകൊണ്ട് തന്നെ പല്ലിൻ്റെ ഒരു ചെറിയൊരു ചിഹ്നം പോലെ നമുക്കൊരു ജസ്റ്റ് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് ഒരു പല്ലുകളാക്കി മാറ്റാം. വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ പല്ലടകൾ ഉണ്ടാക്കാൻ പറ്റും. മുടയാൻ അറിയാത്ത ആൾക്കാർക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ പല്ലടകളാക്കി എടുക്കാം.
നമ്മൾ ആദ്യം പ്രസ് ചെയ്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മുടെ പല്ലടകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിലെ മിക്സർ ഏകദേശം കുക്കായതുകൊണ്ട് തന്നെ നമ്മളെ പുറം ഭാഗം മാത്രമേ കുക്കാവേണ്ട ആവശ്യമുള്ളൂ. വളരെ സ്ലോവിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കാണിച്ചിട്ടുള്ളത് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം പല്ലടകളാക്കി മാറ്റുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ മുടയാൻ അറിയാത്തവർക്കും വളരെ പെട്ടെന്ന് തന്നെ പല്ലടകൾ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പല്ലടകൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മുടയാൻ അറിയണമെന്നൊന്നുമില്ല. ഈ അടക്ക് അല്ലാതെ തന്നെ നമുക്ക് വേഗം ഇങ്ങനെ അടകളാക്കി സൈഡ് ഭാഗം ഇങ്ങനെ ഒന്ന് ഭംഗിയാക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുടയാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കാണിച്ചു തരുന്നത്. മുടയാൻ അറിയുന്ന ആളുകൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ചില ഭാഗങ്ങളിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു സന്തോഷം എന്നുള്ളത് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ ഏകദേശം അട റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം ലാസ്റ്റ് എൻഡ് ഭാഗം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് അട കിട്ടുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്കൊക്കെ ഓയിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സൈഡ് ഭാഗം പ്രസ് ചെയ്ത് കൊടുക്കുക. അട ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സന്തോഷത്തിൻ്റെ സൂചകമായിട്ട് നമ്മൾ പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പായസവും റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം. നമ്മുടെ പായസവും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പല്ലടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈ ബേബി ഏതാണ് എടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ആചാരങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഈ പല്ലട സെലിബ്രേഷനിൽ വെക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത്രയുള്ള സാധനങ്ങളൊന്നും ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല. വിളക്ക്, അതേപോലെ തന്നെ കരി, പുസ്തകം, പെന്ന്, അങ്ങനെയുള്ള പല സാധനങ്ങളും വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈ ബേബി വരുന്നുണ്ട്. നമ്മുടെ ഹൈ ബേബി ഏതാണ് എടുക്കുക എന്ന് നോക്കാം. നമ്മുടെ ഹൈ ബേബി ഫസ്റ്റ് തന്നെ പല്ലടയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പല്ലടയുടെ എടുത്തിട്ടുള്ളത് മോള് നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ, അതേപോലെ തന്നെ പല്ലട, ബുക്ക്, പെന്ന്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ വെക്കാറുണ്ട് ഇങ്ങനെയുള്ള സെലിബ്രേഷനിൽ. അപ്പോൾ ഏതാണ് എടുക്കുക. അതുപോലെ വിളക്ക്, അതേപോലെ തന്നെ നമ്മളെ മതപരമായിട്ടുള്ള ബുക്കുകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. മെച്ചിങ്ങ, അങ്ങനെ പലതരത്തിലുള്ള സാമഗ്രികൾ നമ്മളിതിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഏതെങ്കിലും എടുക്കുമ്പോൾ ഓരോന്നിനും ഓരോ വിശ്വാസങ്ങളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫൺ എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹയാസ് വേൾഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വാച്ചിങ് അവർ ചാനൽ ഹയാസ് വേൾഡ്.